ദേശീയപാത 66-ൽ അടിപ്പാതയ്ക്ക് അനുമതി. കരുനാഗപ്പള്ളി കന്നേറ്റിയിലാണ് അടിപ്പാത നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത്. ഇതേ തുടർന്ന് NK പ്രേമചന്ദ്രൻ എംപിക്ക് കന്നേറ്റി ഹൈവേ ആക്ഷൻ കൗൺസിൽ സ്വീകരണം നൽകി. ദേശീയപാത 66-ൽ പന്മന ഗ്രാമപഞ്ചായത്തിലെ കന്നേറ്റിയിലാണ് അടിപ്പാത നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത്. ഇവിടെ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നിരന്തരമായ സമരം നടന്നു വരികയായിരുന്നു. അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച NK പ്രേമചന്ദ്രൻ എംപിക്ക് കന്നേറ്റിയിൽ സ്വീകരണം നൽകി. കന്നേറ്റി ഹൈവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കേക്ക് മുറിച്ചാണ് MP ഉൾപ്പെടെയുള്ളവർ ആഹ്ലാദം പങ്കിട്ടത്. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പര്യാപ്തമായ നിലയിലുള്ള ഒരു അടിപ്പാത എന്ന നിലയിൽ, ശരിക്കും നടപ്പാത എന്ന് വേണം പറയാൻ, അടിപ്പാത എന്ന് പോലും പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഇവിടെയും അതുപോലെ മറ്റു ചില സ്ഥലങ്ങളിലുമായി ഇപ്പോൾ നിർമ്മിക്കാൻ. നീണ്ടകരയിലും അതെല്ലാം നടപ്പാതയാണ്. 2.5x2.5 ആണ്. ഇവിടെ മാത്രമാണ് 3x3 എന്ന നിലയിലേക്ക് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ നേരത്തെ ഇതിന്റെ പഴയകാല ചരിത്രത്തെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്. ഒരു കാരണവശാലും ഇനി ഇത് നടക്കുമെന്നുള്ള വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നില്ല. നിരന്തരം നിരവധി പ്രാവശ്യം ഇവരൊക്കെ എന്നെ നിർബന്ധിച്ചു, ഒന്ന് സ്ഥലത്തൊന്ന് പോയി നോക്കണം, കണ്ടതിന് ശേഷം ഈ കാര്യത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയണം. ഞാൻ ബോധപൂർവമായി പോയില്ല. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്തായി, നടന്നില്ലെങ്കിൽ പിന്നെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടേണ്ടുന്ന അവസ്ഥ വരുമെന്നുള്ളത് കൊണ്ട് ബോധപൂർവമായി തന്നെ വരാതിരുന്നു. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന പലരും, സക്കീറും അതുപോലെ തന്നെ ഇവിടെ പലരും, മോഹൻപിള്ള ഉൾപ്പെടെ പലരും എന്നോട് നിരവധി പ്രാവശ്യം സ്ഥലമൊന്ന് വന്ന് കണ്ട് സന്ദർശിച്ചു പോകണം, പന്തലിൽ വന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവസാനം ഒരു ഘട്ടത്തിൽ യാദൃച്ഛികമായി വന്നു. സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, വന്ന് സൈറ്റ് കണ്ടപ്പോഴാണ് ഇത് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നതാണ് എന്ന ബോധ്യം എനിക്കുമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും വളരെ വേഗതയിൽ ഫലം കണ്ടു. റീജിയണൽ ഓഫീസ് അംഗീകരിച്ചു. കാരണം പാലത്തോട് തൊട്ടു ചേർന്നുള്ള സ്പാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 മീറ്റർ വീതിയിലും 3 മീറ്റർ ഉയരത്തിലും ഒരു അടിപ്പാത നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അത്യാവശ്യം പള്ളിയിലേക്കും അതുപോലെ സ്കൂളുകളിലേക്കും വിവിധ സ്ഥാപനങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കൂന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും യാത്ര ചെയ്യുന്നതിന് ഏറ്റവും സഹായകരമായിരിക്കുമെന്നുള്ള യോഗത്തിൽ ഷാജി അധ്യക്ഷത വഹിച്ചു. സജീവ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം R അരുൺരാജ്, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, സക്കീർ ഹുസൈൻ, യൂസഫ് കുഞ്ഞ്, MA കബീർ, നിഷ സുനീഷ്, സലിജ, സുധീന, ജോർജ് ചാക്കോ, ഗണേശ് റാവു, മോഹനൻപിള്ള, അമീർകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാലങ്ങളായി നടന്നു വന്ന സമരത്തിന് വിജയപൂർവമായ പര്യവസാനമാണ് ഇതോടെ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ചവറ.